ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 8-ലെ 7-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖിലജീവധാംന. കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ നൈമിത്തിക പ്രളയ സമയത്ത് ബ്രഹ്മാവും സകല ജീവജാലങ്ങളും ഭഗവാനിൽ ലയിച്ചു. ഭഗവാൻ ആ സമയത്ത് ആദിശേഷനിൽ യോഗനിദ്രയെ പ്രാപിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാ കിലാദൗ. കാലാഖ്യശക്തിം, കാലാഖ്യ കാലം എന്ന് പേരുള്ള, കാലാഖ്യ കാലം എന്നു പേരുള്ള ശക്തിം, ആ ശക്തിയോട് പ്രളയാവസാനേ, അതായത് ഭഗവാൻ യോഗനിദ്രയിൽ ലയിക്കുന്നതിന് മുമ്പ് കാലം എന്ന ശക്തിയോട് പറയുകയാണ്, പ്രളയാവസാനേ, ഈ പ്രളയം ഇപ്പോൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, ഈ പ്രളയം അവസാനിക്കുന്ന സമയത്ത് പ്രബോധയേത്യാദിശത, പ്രബോധയ, എന്നെ ഉണർത്തിയാലും ഇതി എന്ന് ആദിശത ആജ്ഞാപിച്ചു അല്ലെങ്കിൽ നിർദ്ദേശിച്ചു. കാലമെന്ന ശക്തിയോട് ഞാൻ യോഗനിദ്രയിൽ ലയിക്കാൻ പോവുകയാണ്, എന്നാൽ ഈ 1000 ചതുർയുഗ രാത്രി സമയം കഴിയുമ്പോൾ, ഈ പ്രളയം അവസാനിക്കുമ്പോൾ എന്നെ ഉണർത്തിയാലുമെന്ന് നിർദ്ദേശിച്ചിട്ട് കില ആദൗ, കില ആദൗ, ആദൗ എന്നാൽ ഈ പ്രളയത്തിൻ്റെ ആദിയിൽ, കില അല്ലോ, ഈ പ്രളയത്തിൻ്റെ ആദിയിൽ അങ്ങനെ പറഞ്ഞുവല്ലോ അങ്ങ് എന്നാണ് പറയുന്നത്. അതായത് കാലം എന്നു പേരുള്ള ശക്തിയോട് പ്രളയാവസാനം എന്നെ ഉണർത്തുക എന്ന് ഭഗവാൻ ആജ്ഞാപിച്ചു. ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിവ്രജേന തത്രാഖില ജീവധാംന. ത്വയാ അങ്ങ് പ്രസുപ്തം യോഗനിദ്രയിൽ ലയിച്ചു, പരിസുപ്ത ശക്തിവ്രജേന, പരിസുപ്ത അങ്ങയിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിവ്രജേന സകല ശക്തികളോടും കൂടി, അങ്ങയിൽ ഉറങ്ങിക്കിടക്കുന്ന മൂലപ്രകൃതി, മഹത്തത്വം തുടങ്ങിയ സകല ശക്തികളോടും കൂടിയാണ് അങ്ങ് യോഗനിദ്രയിൽ ലയിച്ചത്. തത്ര അഖില ജീവധാംന, തത്ര അവിടെ, അഖില ജീവധാംന, അഖില എല്ലാ ജീവജാലങ്ങളുടെയും ആശ്രയമായിരിക്കുന്നു അങ്ങ്, എല്ലാ ജീവജാലങ്ങളുടെയും ആവാസസ്ഥലമായ അങ്ങ് സകല ശക്തികളോടും കൂടി, മൂലപ്രകൃതി, മഹത്വത്വം തുടങ്ങിയ സകല ശക്തികളും അങ്ങയിൽ ഉറങ്ങിക്കിടക്കുകയാണ്, ആ ശക്തികളോടും കൂടിയാണ് അങ്ങ് യോഗനിദ്രയിൽ ലയിച്ചത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. നൈമിത്തിക പ്രളയ ആരംഭകാലത്ത് കാലം എന്നു പേരുള്ള ശക്തിയോട് ഈ പ്രളയാവസാനം എന്നെ ഉണർത്തുക എന്ന് ആജ്ഞാപിച്ചിട്ട് സകല ജീവജാലങ്ങളുടെയും ആവാസസ്ഥലമായ അങ്ങ് തന്നിൽ ലയിച്ചു കിടക്കുന്ന ശക്തി സമൂഹങ്ങളോടും കൂടി ആദിശേഷനിൽ യോഗനിദ്രയിലാണ്ടു. ആ പ്രളയജലത്തിൽ ആദിശേഷനിൽ യോഗനിദ്രയിലാണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംന. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംന. 8-ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമ